ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇത്തവണത്തെ ഇന്ത്യയിലെ ഫുട്ബോൾ സീസൺ അവസാനിക്കുകയാണ്. കലിംഗ സൂപ്പർ കപ്പിന്റെ കലാശ പോരാട്ടം മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. ഒട്ടുമിക്ക ക്ലബ്ബുകളും തങ്ങളുടെ ട്രാൻസ്ഫർ പ്ലാനുകൾ ഇപ്പോൾ നടപ്പിലാക്കി തുടങ്ങുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില അപ്ഡേറ്റുകൾ മാർക്കസ് മെർഗുലാവോ നൽകിയിട്ടുണ്ട്. ഏതായാലും അതൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തേത്, റോബ്സൺ റോബിഞ്ഞോക്ക് വേണ്ടി മോഹൻ ബഗാൻ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അത് ശരിയാണ്. പക്ഷേ ഈ ബ്രസീലിയൻ താരത്തെ സൈൻ ചെയ്യാൻ മോഹൻ ബഗാന് കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം മാർക്കസ് മെർഗുലാവോ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തേത്, ഇർഫാൻ യദ്വദ് ചെന്നൈ വിടാൻ സാധ്യതയുണ്ടോ എന്ന ചോദ്യത്തിനും അദ്ദേഹം ഇപ്പോൾ മറുപടി നൽകിയിട്ടുണ്ട്. 3 വർഷത്തെ കോൺട്രാക്ട് ചെന്നൈയുമായി ഇർഫാന് അവശേഷിക്കുന്നുണ്ട് എന്നാണ് ഉത്തരം. അതായത് താരം ക്ലബ്ബ് വിടാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് മാർക്കസിന്റെ മറുപടിയിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നത്. ഇനി അടുത്ത സീസണിൽ ആകെ 7 വിദേശ താരങ്ങളായിരിക്കും മോഹൻ ബഗാനിൽ ഉണ്ടാവുക. AFC ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത നേടിയതുകൊണ്ടാണ് ഈ സാധ്യത ഇപ്പോൾ മാർക്കസ് മെർഗുലാവോ ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊരു റൂമർ കോണർ ഷീൽസുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ബംഗളൂരു FCയും ഈസ്റ്റ് ബംഗാളും ഈ താരത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. വലിയ സാലറിയുള്ള ഓഫറുകളാണ് ഇവർ ഈ താരത്തിന് വേണ്ടി വാഗ്ദാനം ചെയ്യുന്നത്. ചെന്നൈ കോൺട്രാക്ട് പുതുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. എന്നാൽ ഷീൽസ് ഏത് രൂപത്തിലുള്ള ഒരു തീരുമാനം എടുക്കും എന്നുള്ളത് വ്യക്തമല്ല. നിലവിൽ ബംഗളൂരു അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാൾ തുടങ്ങിയ ക്ലബ്ബുകൾ അദ്ദേഹത്തിന് വേണ്ടി വലിയ രൂപത്തിൽ ശ്രമിക്കുന്നുണ്ട് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.